നമസ്കാരം. ഞാൻ ഇന്നലെ 24 മണിക്കൂറും മദ്യം കിട്ടുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. തോട്ടുമുക്കം. ഈ 24 മണിക്കൂറും മദ്യലഭ്യത ഉള്ള ഈ ഗ്രാമം എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട്. ഒന്ന്, ഇതൊരു മലയോര കുടിയേറ്റ ഗ്രാമമാണ്. കോട്ടയം, ചങ്ങനാശ്ശേരി, തൊടുപുഴ, പാല തുടങ്ങിയ പ്രദേശത്ത് നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള ക്രിസ്ത്യൻ, ഈഴവ വിഭാഗങ്ങൾ കുടിയേറി പാർത്തുണ്ടാക്കി വന്ന ഒരു പ്രദേശം തോട്ടുമുക്കം, കൂടരഞ്ഞി, തിരുവമ്പാടി, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവർ അത്യാവശ്യം മദ്യം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചാരായം യഥേഷ്ടം ലഭ്യമായിരുന്നു അവിടെ, കള്ളും, പിന്നെ നാടൻ പാറ്റ്, നാടൻ ചാരായം, ഇതൊക്കെ അവിടെ ലഭ്യമായിരുന്നു. AK ആൻ്റണി ഏപ്രിൽ 1 92 എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ചാരായം നിരോധിക്കുകയും മദ്യത്തിൻ്റെ ലഭ്യത ഇല്ലാതാവുകയും ചെയ്തപ്പോൾ പലരും നാടൻ മാറ്റുകയും അല്ലെങ്കിൽ ഈ ബീവറേജസ് നിന്ന് മേടിച്ചുകൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തോട്ടുമുക്കത്ത് നിന്നും മദ്യം കിട്ടണമെങ്കിൽ ഒന്നെങ്കിലും മുക്കം പോകണം, ഒരു 14 കിലോമീറ്റർ, പിന്നെ തിരുവമ്പാടി പോകണം, ഒരു 20 കിലോമീറ്റർ, അതല്ലെങ്കിൽ മഞ്ചേരി പോകണം, ഒരു 39 കിലോമീറ്റർ, അല്ലെങ്കിൽ താമരശ്ശേരി, കുന്നമംഗലം, കുന്നമംഗലത്തുണ്ടെന്ന് തോന്നുന്നു, പിന്നെ നിലമ്പൂർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് ലോങ് ആണ്. അപ്പോൾ ഒരാൾ ഇയാളുടെ മദ്യം കഴിക്കാനുള്ള ഈ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരം ഒരാൾ പോകാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ ഒരാൾ പോയിട്ട് മേടിച്ചോണ്ട് വരും, എന്നിട്ട് അത് ഊറ്റിക്കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ വിറ്റ് ഇങ്ങനെ ഇപ്പം പരിസര പ്രദേശമൊക്കെ പിന്നെ വടക്കുംമുറി, അതല്ലെങ്കിൽ അരീക്കോട്, ഈ പ്രദേശങ്ങളൊക്കെ ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖല ആയതുകൊണ്ട് അവിടെ ഒന്നും ഈ വ്യാജ മദ്യം അല്ലെങ്കിൽ ചാരായം വിൽക്കാൻ അവിടെ ആൾക്കാർ സമ്മതിക്കില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അച്ചായന്മാർ ചേട്ടന്മാർ കുടിയേറി പാർക്കുന്ന പ്രദേശമായതുകൊണ്ട് ഇവരിത് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ടും ഈ ചാരായവും പന്നിയും കള്ളും ഒക്കെ ഏകദേശം കിട്ടുന്നൊരു പ്രദേശമായി അങ്ങനെയല്ല. പിന്നീട് 2-3 ആൾക്കാർ അതൊരു കച്ചവടമാക്കി മാറ്റി. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ മദ്യം വിൽക്കുക എന്നുള്ളൊരു ഒരു പരിപാടിയാക്കി മാറ്റി. പിന്നെ തോട്ടുമുക്കത്തിൻ്റെ കച്ചവടത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ മദ്യവിൽപ്പനയിൽ അടിസ്ഥാനപ്പെടുത്തി രൂപാന്തരപ്പെട്ടു. അവിടെ വൈകുന്നേരം ആളുകൾ വരണമെങ്കിൽ, അവിടുത്തെ കടകളിൽ കച്ചവടം നടക്കണമെങ്കിൽ, അവിടുത്തെ മലഞ്ചരക്ക് വ്യവസായം നടക്കണമെങ്കിൽ, അവിടുത്തെ സ്ഥാപനങ്ങളിൽ ഒക്കെ ആളുകൾ വരണമെങ്കിലൊക്കെ തോട്ടുമുക്കത്ത് വന്നാൽ സാരവും മേടിക്കാം, അത്യാവശ്യം ഒരു കുപ്പിയും മേടിക്കാം എന്നുള്ള, അതായത് മുക്കത്ത് പോകുന്ന പോലെ, തിരുവമ്പാടി പോകുന്ന പോലെയൊക്കെ അതിൻ്റെ ഒരു ഹബ്ബായി മാറി. എല്ലാം കിട്ടുന്നൊരു പ്രദേശം. യഥാർത്ഥത്തിൽ അവിടെ ഒരു ബീവറേജ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ബീവറേജ് ഉണ്ടെങ്കിൽ ഈ മദ്യം ഇങ്ങനെ കച്ചവടം നടക്കില്ല. അതിന് അവിടുത്തെ ഈ എല്ലാ തോന്നിയാസനും കൂട്ടു നിൽക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഈ സംവിധാനത്തിനോട് വരാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ മുഖം തിരിഞ്ഞ് നിൽക്കും, ഭയങ്കര പ്രശ്നമുണ്ടാകും. അതേസമയം ഈ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ് ഈ മദ്യവിൽപ്പനയ്ക്ക് അവിടെ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത്. ഇപ്പോൾ മദ്യവിരുദ്ധ പോരാട്ടം അവിടെ പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഈ നടക്കുന്ന സമയത്തൊക്കെ വളരെ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെ തകർക്കാനുള്ള ചുക്കാൻ പിടിച്ചത്. ഒരു 4 വർഷം മുമ്പ് അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ജനകീയ കൂട്ടായ്മകൾ, ബഹുമാനപ്പെട്ട സന്നിമാഷ്, വ്യാപാരികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇതിനെതിരെ ഒരു ക്യാമ്പയിനൊക്കെ നടത്തി. പക്ഷേ ആ സമയത്താണ് നമ്മളിതിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നത്. അവിടുത്തെ വളരെ മാന്യന്മാരായിട്ടുള്ള ആളുകളാണ് ഇത് ഫണ്ട് ചെയ്യുന്നത്. അതായത് ഇത് വാങ്ങിക്കൊണ്ടുവന്ന് വിൽക്കാനുള്ള ഫണ്ടിങ് നടത്തുന്നത്
വളരെ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരാണ്, വലിയ കുടുംബക്കാരാണ്. അപ്പോൾ എക്സൈസിന് ഒരിക്കലും ഇതിനെ പിടിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സൈസ് അവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഇവിടെ വിവരം കിട്ടും. അവിടെ ഇതൊരു ബിസിനസ്സാണ് ആൾക്കാർക്ക്. ഒരുവിധപ്പെട്ട ആളുകളൊക്കെ കള്ളക്കച്ചവടം ചെയ്തിട്ട് പരസ്യമായിട്ട് അങ്ങാടിയിൽ പരസ്യമായിട്ട് വരുന്നു, കൊടുക്കുന്നു, വിൽക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബീവറേജിൽ പോയി അല്ലെങ്കിൽ ബാറിൽ പോയാൽ നമുക്ക് ആവശ്യമുള്ള സാധനം അല്ലെങ്കിൽ ആവശ്യമുള്ള ബ്രാൻഡ് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഈ പ്രദേശത്തിലെ ജനങ്ങളെ ദുരിതം എന്ന് പറഞ്ഞാൽ ഇവർ ഏറ്റവും വില കുറഞ്ഞ സാധനം ഒരു 340, 350 ഒക്കെ വില കുറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് കൊണ്ടുവരിക. അത് ബീവറേജിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത്രത്തോളം ഒരു 500 കുപ്പി 1000 കുപ്പിയൊക്കെ ഒരു ദിവസം തോട്ടുമുഖത്ത് ചിലവാകുന്നുണ്ട്. ഇത്രത്തോളം ബ്രാൻഡി ഈ ബീവറേജിൽ നിന്ന് കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുന്നു? അത് ഇനി സ്പിരിറ്റ് കലക്കുന്നതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. അത് നമുക്കറിയില്ല, നമ്മൾ കാണാത്ത കാര്യമാണ്. പിന്നെന്താ വെച്ചാൽ ഇതിൻ്റെ അനുബന്ധമായിട്ട് കാരിയേഴ്സ് ഉണ്ട്. ഇവർ തിരുവമ്പാടി അല്ലെങ്കിൽ മുക്കം തുടങ്ങിയ സ്ഥലങ്ങളിൽ മോട്ടോർ സൈക്കിളിലുള്ള കുറേ കാരിയേഴ്സ് ഉണ്ട്. ഇവർ പോവും, ഇവർക്ക് കുടിക്കാനുള്ള ഒരു കുപ്പി മദ്യം കൊടുക്കും, പെട്രോൾ അടിച്ചു കൊടുക്കും. അപ്പോൾ എന്താണ് പെട്രോളിന്, അപ്പോൾ തിരുവമ്പാടി വരെ പോയി 6 കുപ്പി കൊണ്ടുവന്ന് കൊടുത്താൽ കുടിക്കാനുള്ള മദ്യം ഒരു 500 രൂപ പകുതി പെട്രോളും കള്ളുകൂടി നടക്കും. ഒന്ന് അവിടം വരെ പോയി വന്നാൽ. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഗുണ്ടാ സംഘങ്ങൾ, ഓരോ മദ്യവിൽപ്പനക്കാരനും സഹായിക്കുന്ന കുറേ ഗുണ്ടാ സംഘങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഇവരെ സഹായിക്കുന്ന കുറേ ആൾക്കാർ. ഇതൊക്കെ പല ഭാഗത്തു നിന്ന് വരുന്നവരാണ്. അതിൻ്റെ ഭാഗമായിട്ട് കള്ളു വിൽപ്പനക്കാരന് സഹായിക്കാൻ കൊട്ടേഷൻ, ഒതുക്കൽ, അടിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെയോ വന്ന കുറേ ആളുകളുടെ ഒരു ക്രൗഡ് രാവിലെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂറും, രാത്രി 2 മണിക്കും 3 മണിക്കും വരെ സാധനം വേണമെങ്കിൽ കിട്ടും. അപ്പം ഞാൻ ഒരു 4 കൊല്ലം മുമ്പ് ഈ മദ്യം എന്ന് പറയുന്ന ഈ സാധനത്തിന് എതിരെ, അന്ന് ഞാൻ ഭയങ്കര മദ്യപാനിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു 2 കൊല്ലം മദ്യപാനം നിർത്തിയായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി ആളുകളുടെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളൊരു ജീവിതത്തിലൊരു മാറ്റം വന്നൊരു 2 വർഷം. ആ വർഷം ഞാനും ഇതിനെതിരായി നിന്നു. കാരണം എന്താ വെച്ചാൽ ഈ ചണ്ടി സാധനം മേടിച്ച് കഴിച്ചിട്ട് കരൾ വെറുതെ കളയണ്ടല്ലോ, നമ്മുടെ സഹോദരന്മാർ സുഹൃത്തുക്കളുടെ കാണാൻ പോകുന്നതെന്നൊക്കെയുള്ള ധാരണയിലാണ് നമ്മളൊക്കെ അതിനെതിരെ. പിന്നീട് മനസ്സിലായി ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് മദ്യവിൽപ്പനയ്ക്ക് എതിരെ നിന്നതാണ്. പിന്നെ മനസ്സിലായി. അപ്പോൾ എന്തായാലും ഞാനും ഈ ഇതിൻ്റെ അഡിക്റ്റായി മാറി. എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട കുടിയൻ അതാണ് ഞാൻ. ഇത് എൻ്റെ നാട്ടിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട കുടിയനാണ്. ഏറ്റവും മോശപ്പെട്ട് മദ്യം കഴിക്കുന്ന ആൾ അത് ഞാനായിരിക്കും എൻ്റെ നാട്ടിൽ. കള്ളു കുടിച്ചതില്ല. അപ്പോൾ ഇതുവരെ പഠിച്ചു വെച്ച കാര്യങ്ങൾ, പിന്നെ നമുക്ക് തോന്നുന്ന കോമഡികൾ, അതൊക്കെ അപ്പം അങ്ങനെ അങ്ങ് പറയും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ, ഇപ്പം നോമ്പ് മാസമല്ലേ, നോമ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അയാളടുത്ത് പോയിട്ട് എന്താ പറയുന്നത്, ഇങ്ങനെ ആയിരിക്കും പറയാം. എനിക്ക് നോമ്പ് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വൈകുന്നേരം തുറക്കാൻ ഉള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നോക്കാത്തത്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പറയും. കുറച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ പറയും. കാരണം അന്ന് അങ്ങനെയുള്ള ഫ്രണ്ട്സായിരുന്നു നമ്മളിപ്പോൾ. കുറച്ച് പഴയ കാലത്തെ ആളുകൾ അവരോടൊക്കെ ഒപ്പം നടന്ന സമയത്ത് നമുക്ക് ഈ ഒരുതരം ദ്വയാർത്ഥ പ്രയോഗം, ഈ ബോച്ചയൊക്കെ പറയുന്ന പോലൊക്കെയുള്ള കുറേ സാധനങ്ങൾ പലർക്കും ഇഷ്ടപ്പെടും, പല ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജൊക്കെ മാറും. ആകെ മുഖത്തിൻ്റെ ഒക്കെ വേറൊരു ഒരു സാധനം, അങ്ങനെ ബോഡി ലാംഗ്വേജൊക്കെ മാറും. അങ്ങനെ മദ്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാക്കി തന്നിട്ടുള്ള സാധനം. മദ്യം കൊണ്ട് മാത്രം ജീവിതം നഷ്ടപ്പെട്ട് 46 വർഷം, അതിലൊരു 22 വയസ്സ് മുതലൊക്കെ നന്നായിട്ട് മദ്യം കഴിക്കാൻ തുടങ്ങിയിട്ട് 40, അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 വർഷക്കാലം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാലവും അതിഭീകരമായ മദ്യം കഴിച്ചു. അപ്പോൾ ഞാനൊക്കെ മദ്യം കഴിച്ച് തുടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ കള്ളു കുടിക്കുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പലരും ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യാ പ്രവണത വല്ലാതെ ആ പ്രദേശത്ത് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മദ്യം ഒരാളെ മാനസിക രോഗിയാക്കി മാറ്റുന്നുള്ളതാണ്. കാരണം രാവിലെ ഇറങ്ങുന്നു,
ഫ്രണ്ട്സിനെ കാണുന്നു, സുഹൃത്തുക്കളെ കാണുന്നു, എന്നും കാണുന്ന സ്ഥലത്ത് എങ്ങനെയായാലും ഒരാൾ രാവിലെ ആ തോട്ടുമുക്കത്തിൻ്റെ ആ ഒരു മാവട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരാവശ്യത്തിന് മദ്യം കിട്ടും, പലതും കിട്ടും. എന്നെപ്പോലുള്ള ആളുകളുണ്ട്, അവർ ആരും കൂട്ടാത്ത ആൾക്കാർ. കാരണം നമ്മൾ ഈ ഒറ്റയാനായിട്ട് ഒറ്റയാനെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വഭാവം വേറെയാണ്. ഇവരൊന്നും ആരുടെയും ഒരു ഇതിൽക്കൊന്നും കൂട്ടു നിൽക്കുക നമുക്ക് പറയാനുള്ളതൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശമായിട്ട് ആ തോട്ടുമുക്കം മാറി. കലാപരമായ കഴിവുള്ള ഒരുപാട് ആൾക്കാർ തോട്ടുമുക്കുന്നുണ്ട്. അതേപോലെ പിന്നെ നല്ല നല്ല ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് തോട്ടും. ഇപ്പോൾ അതൊക്കെ പോയി ഒരു മദ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലഹരികളൊക്കെ അതിൻ്റെ ഒക്കെ ഒരു ഹബ്ബായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ തോട്ടുമുക്കം പ്രദേശത്തിന് വേറൊരു ദുരന്തം കൂടി വന്നു. അവിടെ ഈ പാറ ഒരുപാടുള്ളതുകൊണ്ട് കോറി ക്രഷർ വ്യവസായം അവിടെ താഴ്ച വളർന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്രഷറിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് നാട്ടിൽ സ്വാധീനമുള്ള ആൾക്കാരൊക്കെ ക്രഷറുകാർ സ്വാധീനിച്ചു. ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളൊക്കെ ഇവരുടെ വരുതിയിലാക്കി, അല്ലെങ്കിൽ പണം കൊടുത്ത് വരുതിയിലാക്കി. ഈ യഥാർത്ഥത്തിൽ ആ നാടിനെ അങ്ങനെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടത് അവിടുത്തെ ഈ ക്രഷർ കോറി മാഫിയയും രാഷ്ട്രീയക്കാരും അവിടുത്തെ മത സംവിധാനങ്ങളൊക്കെയാണ്. കാരണം അവിടുത്തെ സ്കൂള്, അവിടുത്തെ UP സ്കൂളാണെങ്കിൽ ഹൈസ്കൂളാണെങ്കിൽ അവിടെ എന്തൊരു ഫംഗ്ഷൻ നടക്കണമെങ്കിലും എന്ത് പരിപാടി നടക്കണമെങ്കിലും ഈ ക്രഷറുകാർ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സമൂഹത്തിൻ്റെ മാർഗദൈവമായി മാറേണ്ട സ്കൂളുകൾ ഇവരുടെ ഫണ്ട് വാങ്ങിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവർക്കതിനെതിരെ സംസാരിക്കാൻ പറ്റില്ല. അതേപോലെ എന്ത് പരിപാടി, ഇപ്പോൾ രാഷ്ട്രീയം, പൊളിറ്റിക്സ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഈ രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് ഫണ്ട് ഫില്ലാവുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് തോന്നുന്നു. പഞ്ചായത്ത് വരെ ഈ ക്രഷർ പിന്നെ വ്യവസായികളുടെ കയ്യിലാണ്. അതിഭീകരമായ സ്ഫോടനങ്ങൾ, ബോംബ് ഉക്രൈനിലൊക്കെ നടക്കുന്ന പോലെ സ്ഫോടനം നടക്കുന്നൊരു സ്ഥലമായി മാറി ഈ പ്രദേശം, തോട്ടുമുക്കം പ്രദേശം. അവിടെ ട്രൈബൽസ് താമസിക്കുന്നുണ്ട്. ഈ ട്രൈബൽസിൻ്റെ ഒക്കെ ഭൂമി ഇവർ വിലയ്ക്ക് വാങ്ങില്ല, പകരം അവർക്ക് വേറെ വീട് വാങ്ങി കൊടുത്തിട്ട് അവരെ ആ ഭാഗത്തേക്ക് കുടിയൊഴിപ്പിക്കും. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ വന്ന് കുടിയേറി 10-50 വർഷമായിട്ട് ചുമയുണ്ട് വന്ന് കുടിയേറി താമസിക്കുന്ന ഈ ആളുകളുടെ ഭൂമിയും ഇവർ വില കൊടുത്ത് വാങ്ങി, കൊടുക്കാത്തവരെ ഭീഷണിപ്പെടുത്തി മേടിച്ചു. ആ അങ്ങനെയൊക്കെ മേടിച്ച് കൈക്കലാക്കിയിട്ടുള്ള ഈ ഭൂമിയിൽ നിന്ന് ആളുകൾ പോയി ഒരു പ്രദേശം ഒന്നായിട്ട് ഇപ്പോൾ കാട് പിടിച്ച് ആ പ്രദേശത്ത് ജനവാസം ഇല്ലാതെ അങ്ങനെ ഈ ക്രഷറിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള പരിസരവാസികളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഈ ക്രഷറുകളിൽ പണിയില്ല, തൊഴിലൊന്നും ഇവർ കൊടുക്കില്ല. ഇവരൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ. കാരണം പരിസരവാസികളെ ജോലി ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ബാധ്യതയെ മാറുന്നത് ഇവർക്കറിയാം. അപ്പോൾ തൊഴിലില്ലാത്തൊരു പ്രശ്നം, 2 പൊല്യൂഷൻ, 3 മദ്യം, 4 സാംസ്കാരികമായി അധപതനത്തിലേക്ക് പോയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. ഇത്രയുമാണ് തോട്ടുമുക്കം എന്ന പ്രദേശം. യാതൊരു സാംസ്കാരിക മൂല്യങ്ങളും ഇല്ലാത്ത ഒരു പ്രദേശമായി മാറി അധപതിച്ചു തോട്ടുമുക്കം എന്ന് പറയുന്നത് തോട്ടുമുക്കത്തെ ഏറ്റവും വൃത്തികെട്ടവനായിട്ടുള്ള ഞാനാണെന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. എനിക്ക് തോട്ടുമുക്കത്ത് തന്നിട്ടുള്ള പദവി എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാണ് ഞാൻ. മദ്യപാനം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ആയതാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഏറ്റവും വൃത്തികെട്ടവനായ ആയ ഒരു മനുഷ്യനാണെങ്കിലും ഒരു തിരിച്ചറിവിൻ്റെ ഒരു ചെറിയൊരു സ്പാർക്ക് അത് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നി, ഏതായാലും 46 വയസ്സായി, ഇനിയിപ്പോൾ അതിന് മാത്രം കാലമൊന്നും ജീവിക്കില്ല. അപ്പോൾ ഇത്രയും കാലം എൻ്റെ സമ്പത്തും എൻ്റെ ജീവിതവും എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള മദ്യമാണ്. തൽക്കാലത്തേക്ക് ഇവനൊന്ന് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി തൽക്കാലത്തേക്ക് ഇവരൊന്ന് റിജക്റ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഞാൻ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയത്. ആരെയും ബോധിപ്പിക്കാനൊന്നും ഞാനില്ല. ഞാൻ ഇന്ന് മദ്യം കഴിച്ചിട്ടില്ല.
ഇന്ന് എന്നും രാവിലെ എണീക്കുമ്പോൾ ഇന്ന് കഴിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കും. ഇപ്പോൾ എനിക്ക് പ്രശ്നമില്ല, കാരണം ഒരു മാസത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു വിഷയമുള്ള കാര്യമില്ല. നമ്മളങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ നിർത്താൻ പറ്റുന്ന കാര്യം, എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, നമ്മളാരും പിന്നെ നന്നാക്കാനുമില്ല. പക്ഷേ ഒരു പ്രദേശം മുഴുവൻ ഇതിൻ്റെ ആൾക്കാരെയും മൂലമാണ്. അർഹതപ്പെട്ടവർക്ക് പിന്നെ അതിനുള്ള പിന്നെ അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് അവിടുത്തെ ഈ ഒരു സമ്പന്ന വിഭാഗം, ഈ സമ്പന്ന വിഭാഗം അവിടെ എപ്പോഴും ഒരുതരം ഇടിച്ചു കയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വേദികൾ കൈയടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാ വേദികളും ഇവർ കൈയടക്കും. ഒരു മൈക്ക് ഒക്കെ വെച്ച് പ്രസംഗിക്കാനുള്ളൊരു സംവിധാനമൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു തള്ളിക്കയറ്റം, ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അവിടെ ഒരു തള്ളിക്കയറ്റം. അല്ല, അതൊക്കെ എല്ലാ നാട്ടിലും ഉണ്ട്. പക്ഷെ ഇവിടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തിളങ്ങി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരെ കൊണ്ടൊന്നും കൃത്യമായ രീതിയിൽ ആ സമൂഹത്തിൻ്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സാമൂഹ്യ മാറ്റത്തിന് വിധേയമാവാത്ത, മൂല്യങ്ങൾക്ക് വില കൊടുക്കാത്ത, സാംസ്കാരികമായി അധപതിച്ച ഒരു സമൂഹമായി മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനൊരു റിബലാണ്. പലരും നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, കൊന്നുകളയാൻ നോക്കിയിട്ടുണ്ട്, മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാം ഈ എൻ്റെ നേരെ എല്ലാ രീതിയിലുള്ള ആക്രമണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ ദൈവം എനിക്ക് 4 കുട്ടികളെ തന്നു, ഭാര്യയെ തന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിട്ടും എനിക്ക് മരണത്തിലേക്ക് പോവാതെ ജീവിച്ചിരിക്കാനുള്ള ഒരു അവസരം തന്നു. ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാനത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മഹത്തായ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു വലിയ ശക്തിയെ പിന്നെ അംഗീകരിക്കുന്ന ഒരാളാണ്. അത് ഇന്ന ആളാണ്, ആ ആളാണ്, ഈ ആളാണെന്നൊന്നും പറയാൻ തയ്യാറില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലത് അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അങ്ങനെ സ്പാർക്ക് വരും. അതിന് സമയം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടന്നോളുന്നില്ല. നമുക്ക് അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഉറക്കത്തിലങ്ങനെ പോയി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇല്ലാത്ത ഒരു നിദ്രയിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറൊരു ലോകത്ത് അങ്ങനെ കുറേ കാലം ലഹരിയുടെ ലോകത്തൊക്കെ അങ്ങനെ പോയി കഴിയുമ്പോൾ ചിലപ്പം ഏതൊരു മനുഷ്യനും ഒരു തിരിച്ചറിവുണ്ടാകുന്നൊരു ഘട്ടം വരും. ആ ഘട്ടം വരുമ്പം അവന് മനസ്സിലാവും ഇത്രയും കാലമൊക്കെ നമ്മൾ ജീവിച്ചതും നമ്മൾ ചെയ്തതൊക്കെ ശരിയല്ലായിരുന്നു, ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടത് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ വരും. എല്ലാവരുടെയും ജീവിതത്തിൽ അത് വരട്ടെ. അപ്പോൾ ഇതാണ് ഈ തോട്ടുമുക്കത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. എക്സൈസ് വിചാരിച്ചാൽ അവിടെ ഒന്ന് പറയും. കാരണം ഈ എക്സൈസിന് ഇതിന് പങ്കുണ്ടോയെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എക്സൈസിന് ഫലപ്രദമായി ഇടപെടാൻ പറ്റാത്തത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. 2 പോലീസ് വലിയ രീതിയിലുള്ള ഇടപെടൽ അവിടെ നടത്തില്ല. കാരണം ഈ മേഖല എന്ന് പറയുന്നത് പൈസ ഒഴുകുന്നൊരു മേഖലയാണ്. കാരണം കോടിക്കണക്കിന് രൂപൻ്റെ പാറ പൊട്ടിച്ചുകൊണ്ട് പോകുന്ന ആളുകളൊക്കെയുള്ള അവിടെ ഒരു സമാധാനപരമായ ഒരു സ്ഥലമാണെന്ന് അവർക്ക് മുകളിലേക്ക് എപ്പോഴും ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ വല്ലാതെ കേസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടുന്ന് കുറച്ച് പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള കുറേ മക്കളെ കള്ളക്കേസിലൊക്കെ പെടുത്തി, മറ്റേ കേസിലൊക്കെ പെടുത്തി 2-3 കേസൊക്കെ തലക്ക് വെച്ച് കൊടുത്ത് അവരങ്ങനെ അവിടെ ആക്ടിവിറ്റീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാരണമുണ്ട്. നല്ലൊരു ഉദ്യോഗസ്ഥൻ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നല്ലൊരു പോലീസ് ഓഫീസർ അവിടെ വന്നാൽ അയാളവിടെ നിലനിർത്തില്ല, അത് വേറെ കാര്യം. പിന്നെ അതിഭീകരമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു അതിഭീകരമായ രാഷ്ട്രീയമാണ് അവിടുത്തെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി ചിന്തിക്കുന്നൊരുത്തിന് അവിടെ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. ഇപ്പോൾ ഞാൻ പിന്നെ എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ
ഞാനൊരു ദളിത് ആക്ടിവിസ്റ്റാണ്. അതായത് എനിക്ക് പിന്നെ അങ്ങനെ ഈ താഴ്ന്ന ജാതിക്കാർ, മുന്തിയ ജാതിക്കാർ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളവർ അങ്ങനെയുള്ള കാഴ്ചപ്പാടില്ല. എനിക്കിവിടെ മനുഷ്യൻ എന്നുള്ള ഒറ്റ കോൺസെപ്റ്റ് മാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പിന്നെ എന്താ പറയുക, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പല രീതിയിലും അപമാനിക്കുന്നത് കണ്ടിട്ട് എനിക്കത് ഭയങ്കര വിഷമമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നതായിരിക്കും. അത് പലപ്പോഴും ഞാൻ മദ്യം കഴിക്കുമ്പോൾ അത് പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഇരിക്കും, കിടക്കും, ഉറങ്ങും, ഭക്ഷണം കഴിക്കും. എനിക്കിഷ്ടമാണ്. അവർ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. ജീവിതത്തിൽ ഏറ്റവും അടിത്തട്ടില്ല. ഞാനിപ്പോൾ പിന്നെ കോഴിക്കോട്, ബോംബെ, ഡൽഹിയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ അവരുടെ കൂടെ ജീവിക്കും. രസമാണ് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക. കള്ളന്മാരുണ്ടാവും, പിടിച്ചോറിക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ക്ലിയർ ആണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ, തോട്ടുമുക്കത്തിനൊരു നല്ല ഭാവി വരട്ടെ. തോട്ടുമുക്കത്തിനൊരു നല്ല ഭാവി വരണമെങ്കിൽ കാത്തിരുന്ന് കാണാം. ബായ്.